ടെർമിനോളജി ഓഫ് സ്ക്രൂ ത്രെഡ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് ഫീൽഡിലാണെങ്കിലും ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. സ്ക്രൂ ആയാലും നട്ടായാലും ബോൾട്ടായാലും. അപ്പോൾ പവർ ട്രാൻസ്മിഷന്, മോഷൻ ട്രാൻസ്മിഷന്, അതുപോലെ രണ്ട് കോമ്പണൻസ് ഫാസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് ഉപയോഗിക്കുന്നു. അതിന് നട്ട്, ബോൾട്ട്, സ്റ്റഡ് ഒക്കെ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ത്രെഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ അനുസരിച്ച്, ഹെലിക്സ് ആംഗിൾ അനുസരിച്ചാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾസാണ് നട്ടും ബോൾട്ടും. ബോൾട്ടിന് എക്സ്റ്റേണൽ ത്രെഡാണ്, ഇൻറ്റേർണൽ ത്രെഡുള്ള പാർട്ടാണ് നട്ട്. ഒരു ബോൾട്ടിൽ നിന്ന് നട്ട് ഫ്രീ ആയിട്ട് ഊരിയെടുക്കാം. ഒരു ഫുൾ റൊട്ടേഷനിൽ അത് നീങ്ങുന്ന ദൂരത്തിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഒരു ഫുൾ റൊട്ടേഷനിൽ നട്ട് ബോൾട്ടിൽ നീങ്ങുന്ന ആക്സിയൽ ഡിസ്റ്റൻസിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഇനി പിച്ച് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ രണ്ട് അടുത്തടുത്തുള്ള ത്രെഡുകളുടെ ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സെൻട്രൽ ലൈനിനെ ആക്സിസ് ഓഫ് ദി ത്രെഡ് എന്ന് പറയുന്നു. അതുപോലെ ഏറ്റവും ചെറിയ ഡയമീറ്ററിനെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നു. മൈനർ ഡയമീറ്റർ. ഇതിനെ കോർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ എന്നും പറയാറുണ്ട്. മൈനർ ഡയമീറ്റർ. മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ DC = 0.84 D ആണ്. അതായത് D എന്ന് പറയുമ്പോൾ മേജർ ഡയമീറ്റർ ആണ്. മൈനർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 0.84 മുതൽ 0.81 D ആണ് വരിക. അത് കോഴ്സ് ത്രെഡാണോ ഫൈൻ ത്രെഡാണോ അതിനനുസരിച്ചിരിക്കും. ഇനി പിച്ച് ഡയമീറ്റർ, മീൻ ഡയമീറ്റർ, മേജർ ഡയമീറ്ററിനും മൈനർ ഡയമീറ്ററിനും കറക്റ്റ് മിഡിലുള്ള ഡയമീറ്ററാണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. പിച്ച് ഡയമീറ്റർ അത് ആക്സിസിന് പാരലായിട്ടാണ് മെഷർ ചെയ്യുക. മേജർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും മേജറായിട്ടുള്ള, പേര് പോലെ തന്നെ ലാർജസ്റ്റ് ഡയമീറ്ററിനെയാണ് മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ നോമിനൽ ഡയമീറ്റർ എന്നും പറയും. എപ്പോഴും നമ്മൾ ത്രെഡ് സ്പെസിഫൈ ചെയ്യുമ്പോൾ M20 എന്നൊക്കെ പറയുമ്പോൾ 20 എന്ന് പറയുമ്പോൾ നോമിനൽ ഡയമീറ്ററാണ്, ക്രസ്റ്റ് ഡയമീറ്ററാണ്. ഇനി പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്തുള്ള ത്രെഡുകൾക്കിടയ്ക്കുള്ള ഒരേപോലെയുള്ള പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് പിച്ചർ എന്ന് പറയുന്നത്. രണ്ട് അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള റൂട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് ആംഗിൾ ഓഫ് ദി ത്രെഡ്, അതായത് ത്രെഡിൻ്റെ രണ്ട് ഫ്ലാങ്കുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ദി ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. മെട്രിക് ത്രെഡിന് 60 ഡിഗ്രി ആംഗിളാണ്. BSW ത്രെഡിന് 55 ഡിഗ്രി ആംഗിളാണ്. ഡെപ്ത് എന്ന് പറയുമ്പോൾ ക്രസ്റ്റും റൂട്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡെപ്ത് ഓഫ് ദി ത്രെഡ്. ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ ക്രസ്റ്റിൽ നിന്നും റൂട്ടിലേക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ സർഫസിനെയാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. റൂട്ട് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ, ചെടിയുടെ വേര് പോലെ എന്ന് പറഞ്ഞാൽ താഴെയുള്ള പോർഷനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ബോട്ടം സർഫസ് അതാണ് റൂട്ട്. ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് പോർഷനാണ്. ടോപ്പ് പോർഷനാണ് ക്രസ്റ്റ്, ബോട്ടം പോർഷൻ റൂട്ട്.